കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. നീ ഇവിടെ വന്നിരിക്കുവായിരുന്നോ? அம்மா எல்லா தேங்காயும் காஞ்சிருக்கம்மா, இவ்வளவுதான் நல்லதா இருக்கு. അത് കുഴപ്പമില്ല, നാളെ പടവലത്ത് പോയി കുറെ വെട്ടിക്കൊണ്ട് വരാം. என்னம்மா அப்படி இப்படி பாக்குறீங்க, என்னாச்சு? ഞാനേ അടുക്കളയിലോട്ട് വന്നപ്പോഴേ മെച്ചോടെ നിൽക്കുന്നു. എന്നെ കണ്ടപ്പോഴേ എന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് പിന്നെ എന്തൊക്കെ എടുക്കുന്നു വെക്കുന്നു. ഞാൻ നോക്കിയപ്പോ നീയും അവിടെ ഇല്ല. ഞാനിങ്ങ് പോരുന്നു. அம்மா இன்னைக்கு முழுசா அவளுக்கு கோவமா இருக்கும். அது வேற, நான் அவளை பத்தி சொல்லிட்டு இருக்கும் போது கரெக்டா வந்து நின்றா. என்னோட உசிரே போச்சம்மா. ഇവിടെ വന്നിരുന്ന അവളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കണം. അടുക്കളയിലുണ്ടോ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അവൾ അങ്ങോട്ട് പോയി. അയ്യോ, ഞാനിനി ഒന്നും മിണ്ടാൻ പോകത്തില്ല. ഇനി എന്തോ മിണ്ടാനാ, പറയാവളെല്ലാം പറഞ്ഞല്ലോ. ഓ, ഒരാളിന്റെ കഴിഞ്ഞു, ഇനി അടുത്ത ആള് വന്നോ? എന്റെ പൊന്നമ്മ, എനിക്ക് അമ്മയുടെ തടി ഉണ്ടാക്കാനൊന്നും വയ്യ. അമ്മ അവക്ക് ദേഷ്യം വരുമ്പോ എന്തെങ്കിലും പറയണമെന്നേ ഉള്ളൂ. പാവമാണ്, അവക്ക് എല്ലായിടത്തും ഭയങ്കര സ്നേഹമാണമ്മ. கௌரி, நீ சொன்ன மாதிரி தான், அம்மாவும் அப்படியே தானே. கோவம் வந்துன்னா அவ்வளோ கோவம், பாசம்னா அவ்வளோக்கா பாசம். அவங்க பேத்தி தானே, அப்படிதான் இருப்பா. പേത്തിയൊക്കെ തന്നെ. ചില നേരത്തെ അവിടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാലേ ഞങ്ങൾ രണ്ടുപേരുടെ ആജന്മ ശത്രുക്കളാന്ന് തോന്നിപ്പോവും. അമ്മേട്ടിന് ഓരോന്നും പറഞ്ഞ് അടി ഉണ്ടാക്കാൻ പോവല്ലേ. അപ്പൊ ഞാനാണോ അടി ഉണ്ടാക്കാൻ പോന്നേ? ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ഓ, അന്തം വിട്ടുള്ള ഉത്തരവാ കേട്ടോ. അമ്മുമ്മ മുട്ടം വിഷയവാ. അവളെ അവിടെ ഒരു കാര്യമില്ലാതെ അങ്ങോട്ട് നടക്കണു ഇങ്ങോട്ട് നടക്കണു. എന്നിട്ട് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ പൊക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ കാണിക്കുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ അവളുടെ ദേഷ്യം കാണിക്കുക. പക്ഷെ എന്ത് ചെയ്തിട്ടാ നേരത്തിൽ എന്റെ അടുത്ത് ദേഷ്യം കാണിക്കണേ? ഞാൻ ഈ വിഷയത്തിലില്ലേ. നമ്മളൊന്നിനുമില്ലല്ലോ, എല്ലാത്തിലും കൂടെ നിൽക്കുകയും ചെയ്യും, തക്കം വരുമ്പോ കാലും ആരും ചെയ്യും. എന്റെ അമ്മ, ഞാൻ ഇപ്പൊ തന്നെ ഒരു 100 തവണ പറഞ്ഞ് എനിക്ക് അടി ഉണ്ടാക്കാൻ വയ്യ, എന്റെ അടുത്തൊന്നും സംസാരിക്കാൻ വരല്ലേ. ഞാൻ ഒന്നും മിണ്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ഒന്നും വായി കയറി ഇറങ്ങാൻ പറ്റത്തില്ല. അല്ല അമ്മ, എന്നാലും ഒരു കാരണവും ഇല്ലാതെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എനിക്ക് മനസ്സിലാവാത്തെ. அது அப்படிதான் சித்து. ஒரு வாட்டி அவ ஏதோ சொன்னப்போ நான் தெரியாதனமா சிரிச்சேன். அதுக்கு அவ என்ன இப்படி முறைச்சு பார்த்தா. എന്നിട്ട് ஒரே ஒரு கேள்வி, நாளைக்கே மதுரைக்கு போணுமான்னு. അങ്ങനെ പറഞ്ഞോ അവള്? അമ്മുമ്മ, അവൾ അങ്ങനെ പറയും. ഇതുപോലൊരു ദിവസമേ ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നതിനിടയ്ക്ക് അവൾ എന്റെ അടുത്ത് പറയുവാ കുഴിപ്പുളത്തേക്ക് ഇറങ്ങി പോടാന്ന്. ഈ കൊച്ചിന്റെ ഒരു കാര്യം, ഇത് എന്തു ചെയ്യൂ? എന്തൊരു സ്വഭാവമായത്. அம்மா, നമ്മൾക്ക് നാളേക്കേ പടവലത്തില് പോലാം. തേങ്ങ എല്ലാം എടുത്തിട്ട് വരലാം. നാളെ പോവാ. അമ്മുമ്മ, പടവലത്ത് പോകുമ്പോഴേ ഞാനും വരാം. മുമ്പ നമുക്കൊരു കൂട്ടാവുമല്ലോ. സിത്തു, ഉനക്ക് തെന്നെ മരത്തിൽ ഏറെ തെരിയുമാ? പിന്നെ സൂപ്പറായിട്ട് തെങ്ങിയെ കയറും. ഗൾഫിന് ഇവന് പനയെ കയറലായിരുന്നല്ലോ പണി. അമ്മ എന്താ ഇവിടെ വെക്കണേ? അല്ല, നീ അങ്ങോട്ട് പോയപ്പം ഞാൻ അവിടെ വെറുതെ നിന്നപ്പോ ഇങ്ങോട്ട് വന്നു. എന്തുവാ മോനെ, നാളെ പടവലത്ത് പോകുമ്പോഴേ നമുക്കൊരു വണ്ടി വിളിച്ചങ്ങ് പോകാം. കുറേ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാനുണ്ട്. അക്കൂട്ടത്തിലേ കുറച്ച് വിറവും കൂടെ എടുത്തോണ്ട് പോരാ. കറിയാന്റിയെ, ആന്റി എന്താ കറങ്ങി ഇവിടെ തന്നെ നിക്കണേ? അടുക്കളയിൽ കഴിക്കൊന്നും ഉണ്ടാക്കുന്നില്ല? കനകാന്റെ അടുക്കളയിൽ കഴിക്കാൻ ഉണ്ടാക്കിയാൽ മാത്രമേ ഇവിടെ ഭക്ഷണം ഉണ്ടാവത്തുള്ളൂ. എന്നാ സാറ് പോയി ഉണ്ടാക്ക്. എന്തേ കണ്ണൊക്കെ തള്ളി പുറത്തു പോന്നല്ല? അമ്മായി, നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം. വാ, ഞാൻ അമ്മായിനെ ഹെൽപ്പ് ചെയ്യാം. അമ്മായി വാ. അയ്യോ, എല്ലാം കൊട്ടത്തേങ്ങയാ, ഒന്നുമില്ല നല്ലത്. കനകാന്റിയെ, സുഖല്ലേ? അതവിടെ ഇട്ടിട്ട് പോ. എന്താ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്താ ചെയ്തു? ഓ, പച്ചക്കറി ഞാൻ അരിഞ്ഞോളാം. ശരിക്കും ലച്ചു പറഞ്ഞതിന്റെ പേരിലാണ്? അല്ലല്ല, ഇന്നൊരു ചേഞ്ച്. സിത്തു, ഇതെല്ലാം ഞാൻ ചെയ്യറേപ്പാ. ആന്റി, ഇത് ഞാൻ ചെയ്തോളാം. ദുബായിൽ ഞാൻ കുക്ക് ചെയ്യുന്നതല്ലേ, പച്ചക്കറിയൊക്കെ അറിയാൻ എനിക്ക് അറിയാലോ. അല്ല,
അമ്മയോടെ അവിടെ നിർത്തിട്ടിങ് വന്നോ? എന്റെ പൊന്നെ, ഇപ്പൊ അവിടെ ഒരു യുദ്ധം കഴിഞ്ഞു കാണും. அதுக்கு நல்ல வாய்ப்பு இருக்கு கௌரி. എന്താണെങ്കിലും ഇന്ന് ഞാൻ ലെറ്റൂസിന്റെ അടുത്ത് ഒന്നും മിണ്ടാൻ പോകുന്നു. ഒന്നും മിണ്ടിക്കഴിഞ്ഞാൽ ശരിയാവും. അത് നല്ലത്.